ഹലോ എവരിവൺ, വെൽക്കം ടു ട്രാവൽ ടിപ്സ്. നമ്മുടെ ലക്ഷദ്വീപിലാണുള്ളത്. ഇറ്റ് ഈസ് അവർ സെക്കൻഡ് ഡേ ഇൻ ലക്ഷദ്വീപ്. സമയം 6 മണിയാവാൻ കഴിഞ്ഞു. ഞങ്ങൾ സൺറൈസ് കാണാൻ പോവാണ്. രാവിലെ കോഴിയൊക്കെ പോകുന്നുണ്ട്. നമ്മളാ കടൽ പാലത്തേക്കാണ്. നമ്മള് പാലത്തേക്ക് എത്തുമ്പോ ഉച്ച പോകും. നല്ല നീളമുണ്ടല്ലോ അത്. സംഭവം ഇവിടെ അവിടെ ഒരു ഷിപ്പ് നിക്കുന്നുണ്ട്. നമ്മുടെ പാലത്തിന് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു പാലുണ്ടേ. അത് പഴയ കടൽപ്പാലാണെന്നൊക്കെ പറയാം. അത് ചെറുതായിട്ടൊരു വളവൊക്കെ ഉണ്ട്. ഇതാണ് പുതിയത്. ഇവിടെ ഓൾറെഡി കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫിഷിങ്ങിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ ഇന്നലെ മറ്റേ നമ്മുടെ ഗൈഡൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഫുള്ള് നല്ല ക്ലിയർ ആക്കണേ. അടി വരെ കാണുന്നുണ്ടാ. നമ്മുടെ ബസ്സിനൊക്കെ നമ്പർ ഉള്ള പോലെ ഇവിടെ എല്ലാ ബോട്ടിനൊക്കെ നമ്പർ കേട്ടോ. അതാ ഇന്ത്യ LDAG നമ്പർ, ഇന്ത്യ ലക്ഷദ്വീപ് അഗത്തി നമ്പർ. കുറേ പേര് സൺറൈസ് ഒക്കെ കാത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, നിങ്ങൾ ലക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ഡോൾഫിനെ കാണാൻ പറ്റും ഇവിടെ സൺറൈസിനൊക്കെ വന്നു വെച്ചാൽ. എവിടെയാണ് നമുക്ക് എക്സാക്ട്ലി അറിയില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. ആ കിടക്കുന്ന കപ്പലില്ലേ, അത് കാലിക്കറ്റിൽ നിന്ന് ഡീസലും കൊണ്ട് വന്ന കപ്പലാണെന്ന് പറഞ്ഞു. ഡീസലൊക്കെ ഇരിക്കുന്നുണ്ട്. ഡീസൽ ബാരൽസ് ഇവർക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ റേഷനായിട്ടാണ് ഡീസലൊക്കെ കൊടുക്കുക ഈ ഒരു മാസം. എത്ര പിന്നെ ഇവര് ജനറേറ്റർ, ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഫുള്ള് ജനറേറ്ററിലാണ്. അപ്പൊ അതിനുള്ള ഡീസല് അതൊക്കെ ഉണ്ടാവും. കടൽ പരന്ന് കിടക്കണേ. നോക്ക് അവിടെ ഇടയ്ക്ക് എന്തൊക്കെയോ ചെറിയൊരു ഇത് കാണും. താഴെ നോക്ക്, മറ്റേ കപ്പലിന് വന്ന് തട്ടാണ്ടിക്കുള്ള സാധനം. ചൂണ്ടയൊക്കെ ഉണ്ട് ഒരുപാട് പേര്. ചേട്ടൻ ചൂണ്ട വലിക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഫൈനലി സൂര്യൻ വരുന്നുണ്ട്. 6:30 സൺറൈസ്. പക്ഷെ കുറച്ച് ക്ലൗഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്ലിയർ കട്ട് സൺറൈസ് കിട്ടിയില്ല. അഗത്തി ഐലൻഡിന്റെ ഒരു മാപ്പൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഉള്ളത് ഏതാണ്ട് ആറ്റത്താണ്. ഇവിടെയാണ് എയർപോർട്ട് ഉള്ളത്. ആ ഒരു ലീനിയർ ആ സ്ഥലമൊക്കെ എത്തുമ്പോഴേക്കും എന്താ അറിയാ, രണ്ട് സൈഡ് നമുക്ക് ബീച്ച് കാണാം. ലാൻഡ് വളരെ അവിടുത്തെ സ്റ്റേ ഒക്കെയാണ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേ. അവിടെ റിസോർട്ട്സ് ആണ്. ഞാൻ രാവിലെ ചായ പിടിക്കാൻ വന്നതാണ്. പഴംപൊരി ഉണ്ട്, കേസരി ഉണ്ട്, ബ്രെഡും ഓംലെറ്റും ഉണ്ട്. ഇതാണോ മറ്റേ ദീപുണ്ട? ചിലപ്പോ ഇതായിരിക്കും ദീപുണ്ട കേട്ടാ. ഇവിടത്തെ സ്പെഷ്യൽ സാധനം ഉണ്ട്, ദീപുണ്ടെന്നുണ്ട്. ചിലപ്പോ ഇതായിരിക്കും. ഇവിടുത്തെ ഇവിടെയുള്ള സാധനം ഒരു മുറത്ത് കൊണ്ടേക്കും. രാവിലെ എണീറ്റ് നല്ല പഴംപൊരി അടിപൊളി. ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. രതീഷ് എഴുന്നേക്ക് രതീഷ്. ഇവിടെ ചേട്ടൻ മെഷീൻ വെച്ച് തെങ്ങന്മാറുന്നത്. ഞങ്ങള് വി ആർ ഓൾ സെറ്റ് ഫോർ സ്കൂബ. അല്ലേ കുട്ടോ? അല്ലേ? സ്കൂബയ്ക്ക് പോയല്ലേ? കളർഫുൾ ആയിട്ടുണ്ടല്ലോ സ്കൂബ. പേടിയുണ്ടോ? കുട്ടേ, അയ്യോ തേങ്ങ വേണ്ടൊക്കെ വീഴും. അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് സ്കൂബയ്ക്ക് പോവാം. ഇവിടെ എത്ര ദൂരമുണ്ട്? 2 കിലോമീറ്റർ ഉള്ളു. ഓക്കെ. എടുത്തു ആടിനെ എടുക്കണ്ടോ കേട്ടോ. ഹായ് കുട്ട, ഹായ് പറയൂ. ഹായ്. എന്തോ രസല്ലേ കടല്. എന്റെ മോനെ, എന്താ കളറുണ്ട്.
നമുക്കിവിടെ സ്കൂബയ്ക്ക് മുന്നേ ഇങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അതായത് വോളണ്ടറി ഡിക്ലറേഷൻ ഫോംസ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൽ മെയിനായിട്ട് അസുഖങ്ങൾ, ഏജ് സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മള് സ്കൂബയ്ക്ക് വേണം. നമ്മുടെ ബോട്ട് അവിടെ വന്നിട്ടുണ്ട്. Are you excited? Oh, വെള്ളം എന്ത് രസല്ലേ. ആ മേലുണ്ട്. പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ട് ഡൈവ് ആയിരിക്കും. നമ്മൾ ബാക്ക് റോഡ് നല്ല ചെയ്യാൻ പോകുന്നത്, ജെറ്റ് റോഡിൽ ചെയ്യാൻ പോകണം. നമ്മൾ ഇറങ്ങുന്നത് ലാഡ് വഴിയായിരിക്കും. ലാഡോടെ പ്ലേസ് ചെയ്യും. ലാഡ് വഴി താഴേക്ക് ഇറങ്ങുക. നമ്മൾ സ്കൂബ കയറി സ്കൂബ മാസ്ക് എന്ന് പറയുന്നത്. ഈ മാസ്ക് വെച്ചാൽ നമ്മൾ കണ്ണ് മുക്കും കവറാവും. ബ്രീത്തിങ്ങും ബ്രീത്ത് ഔട്ടും വായോട്ടും മാത്രം കഴിക്കണം. ഇൻ കേസ് മൂക്കിന് ബ്രീത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് പറ്റത്തില്ല. ഗിയർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റെഗുലേറ്റർ. പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുകയും ചുണ്ട് വെച്ച് കവർ ചെയ്യാൻ വേണം. പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുമ്പോൾ ബാക്കി വെള്ളം കയറില്ല, വായു പോരില്ല. അത് ക്ലിയർ ആയില്ലേ? സൂര്യവിഷ്ണു ഇറങ്ങാൻ പോകുന്നത് വെക്കട്ടെ. പിടിച്ചോ, മാസ്ക് പിടിക്കും. നോക്കട്ടെ, ഇറങ്ങ. ആയിക്കല്ല. അതെ പതിക്കെ പത്തിരി കറങ്ങ്. മുടി പിടിക്കും. രണ്ട് കൈ കൂടെ പിടിക്കും. ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ചാണ്. ഓക്കെ, മാസ്ക് സൂര്യ ഇറങ്ങി. സമയം അറിയാം. കാല് പറ്റിട്ട് മുട്ട് മടിച്ച് എന്താ കാല് വെക്കാം. അവളെ അങ്ങ് പോയിട്ടാ പോവാ. അവളങ്ങ് ബാക്കിലോട്ട് കിടന്നോ. ഓക്കെ, അർജുൻ ശൂരിന്ന് വിളിച്ചേ. ഫസ്റ്റ് ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നേ? ലോകല്ലേ
ചെയ്യേണ്ടത് എന്റെ 2 പ്രാവശ്യം ഞാൻ പൊളിക്കുന്നു. നിങ്ങൾ അവര് ചോദിച്ചറിയും കപ്പിൾസ് പോയില്ലേ നിങ്ങള് ഒരു സ്ഥലത്തല്ലേ കപ്പിൾസ് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആണ്. അവിടെയാണ് ആ കോറലുള്ളത്, അതിന്റെ കളറാണ്. വെള്ളത്തിൽ പോണേ മുടി കാണാൻ പറ്റും. അടുത്തായി സാബി പോന്നോ. അതല്ലേ ലാസ്റ്റ് സ്റ്റെപ്പ് ജസ്റ്റ് സ്പോട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെയാണ് സ്കൂബ ഒക്കെ ചെയ്യുന്നത്. ഇവിടെ കണ്ട ഇതിന്റെ ചുറ്റാണ് നമ്മളിപ്പോ പോയി കടലെത്ത് ഭംഗി നോക്കി. വാവ്, അക്കൂറത്തിലൊക്കെ ഉള്ള പോലെ ഉണ്ട് വെള്ളം. നമ്മളങ്ങനെ സ്കൂബ കഴിഞ്ഞു വന്നു. അടിപൊളിയായിരുന്നു അല്ലേ? അടിയിൽ കുറേ സൂപ്പർ 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 എക്സ്പീരിയൻസ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് കയാക്കിങ് ചെയ്യാൻ പോവാണ്. കുട്ടിക്ക് ഉറങ്ങിയിട്ട് അവിടെ എങ്ങനെയുണ്ടായിരുന്നു സ്കൂബ? ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളി. ആ ഒരു ഇങ്ങനെ നെട്ടുമ്പോ കിടന്ന അത് അടിപൊളിയുണ്ട് അല്ലേ? അടിപൊളി. കൊറേ ഫിഷുകള്, വെറൈറ്റി ഫിഷസ് ഉണ്ട്. മറ്റേ ചെറിയ ചെറിയ ഫിഷുകള്. അക്യൂറത്തിന്റെ അകത്ത് ഇറങ്ങിയ പോലെ. ആ ശരിയാ. എന്താ വെച്ചാൽ ആ ഗ്ലാസ്സിലല്ലേ കുറച്ചുകൂടി മാഗ്നിഫൈ ആയിട്ടാണ്. ഞാൻ വാച്ചൊക്കെ നോക്കിയപ്പോഴേ എന്റെ വാച്ചിന്റെ കളറൊക്കെ വേറെ കുറച്ചുകൂടി ഭയങ്കര കളറ്, ഭയങ്കര സെറ്റായിരുന്നു. സംഭവം അടിപൊളി, ബേർത്താണ് അല്ലേ ആ റേറ്റിന്. പിന്നെ ഇവിടെ വന്നിട്ട് മെയിൻ ആയിട്ട് സ്കൂബ ചെയ്യണം. സ്കൂബ പിന്നെ നമുക്ക് ഇനി സ്നോർക്കലിംഗ് ഉണ്ട്. അവിടെ അവർ പറഞ്ഞ കുറച്ചുകൂടി ഫിഷ് ഉണ്ടാവും. ഇത്ര ഡീപ്പ് നമ്മൾ പോവില്ല. ഇപ്പൊ നമ്മൾ 6 മീറ്റർ ഡീപ്പാണ് പോയത്. ഇത്ര ഡീപ്പ് പോവില്ല, പക്ഷെ കുറച്ചുകൂടി അധികം ഫിഷ് ഉണ്ടാവും. പിന്നെ നമുക്ക് കയാക്കിങ് അട്ടുച്ചല്ലേ 2 മണിക്ക് കയാക്കി. ശരിക്കും ഈവനിങ് കയാക്കി. വാവ്, അടുത്തതായി ഷാബി സിനാനും കയാക്കിങ്ങിന് വന്നു. ആദ്യമായിട്ട് വെള്ളത്തിലിറങ്ങുന്ന സാബി. ലക്ഷദ്വീപ് കടാപ്പുറത്ത് കിടന്നുറങ്ങുന്ന ചീക്കയും പൊന്നും പാട്. എന്താണ് മകളെ നീ എന്താണ് കാട്ടണത്? ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കാണ് മക്കളെ. അപ്പൊ ഞങ്ങള് കയാക്കിങ്ങിന് പോവാണ്. പോയിട്ടാ അപ്പൊ നമ്മളെ കയാക്കിങ് കഴിഞ്ഞു. പിന്നെ അതിൽ നീന്തി കടലില് കുളിച്ചു. എല്ലാം സെറ്റ്. നല്ല ഭംഗിയുള്ള ആമ ഉണ്ടായിരുന്നേ. വലിയ ആമ ഉണ്ടല്ലേ? അത് നീന്തലാണ് എന്ത് രസാ. നമ്മുടെ ചേട്ടനായിരുന്നു നമ്മുടെ കോച്ച്. എന്താ പേര് പറഞ്ഞു? നല്ല ഗൈഡായിരുന്നു. ഇവിടത്തെ കൊറേ തെങ്ങലുണ്ട്. ഇവിടെ കള്ള് ചെത്തലുണ്ട് കേട്ടാ. ഇത് എന്താ പറയാ ഇവിടെ?
എന്താ പറയാ കള്ളന്നെ ഫെർമെന്റ് ആയത് നീര അടിപൊളി ഞാൻ ഇതുവരെ കള്ള കുടിച്ചിട്ടില്ല. ആണോ? ആ കള്ളിന്റെ മണമുണ്ട്. ഇത് ഇവിടെ കൊടുക്കുവോ അപ്പൊ കൊടുക്കുവോ? ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ആ ശരി. ഞാൻ കുറച്ച് ഇവിടുത്തെ മീനെ കുടിച്ച് നോക്കിയേ. ഇത് ആക്ച്വലി കള്ള് ഞാൻ മുന്നേ കുടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അതിന്റെ മണം അത്ര പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഇത് നല്ല മധുരം. ഇത് ഫെർമെന്റ് ആവാത്ത കള്ളാണ്. അതായത് സാധാരണ കള്ള് ഷാപ്പിൽ ചെത്തിയിട്ട് പിന്നെ ഒരു ദിവസം 24 മണിക്കൂർ വയ്ക്കും എന്നാണ് പറയുന്നത് ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ട്. ഇത് ഫെർമെന്റ് ആവുന്നതിന് മുന്നുള്ള സാധനം. നല്ല മധുരമുണ്ട്. കയ്യൊക്കെ ഒരുപാട് അടിപൊളി. ഇവിടെ അങ്ങനെ കുട്ടികൾ തൊട്ട് വയസ്സായവർ വരെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് കിടക്കുന്നത് കാണാൻ പറ്റിട്ടോ. ഇഷ്ടംപോലെ സൈക്കിൾസ് ഉണ്ട് ഇവിടെ. എല്ലാവരും സൈക്കിൾ ഓടിച്ച് കിടക്കുന്നത്. കാരണം അത്ര ഇല്ലേ ഉള്ളൂ, 7 കിലോമീറ്ററാണ് ആകെ ദീപുള്ളൂ. അപ്പൊ എല്ലാവരും സൈക്കിളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറിയ റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും സൺസെറ്റ് ഒക്കെ കാണാനായിട്ട് ബീച്ചിൽ കാണുന്നത്. നമ്മൾ ഇന്നലെ വന്ന ബീച്ച് തന്നെയാണ്. അത്യാവശ്യം റഷ് ഒക്കെ ഉണ്ട്. ക്യാമറ മെനോൻ അന്താൻ ബീച്ച് നല്ല ബീച്ച്. അത്യാവശ്യം നല്ല റഷുള്ള ബീച്ചാണ്. ഇനി എവിടേക്കാണ് പോകുന്നത്? ചായ കുടിക്കാത്ത ഒരു പരിപാടി ഇല്ലല്ലേ? ഇവരൊക്കെ രാവിലെ എണീച്ച ചായ, വൈകുന്നേരമായ ചായ, ഉച്ചയായ ചായ. അപ്പം ഏതാണ്ട് 10 മണിയാ പറയും. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാവിലെ സൺറൈസ് കണ്ട ആ ബീച്ചില്ലേ, അത് നമ്മുടെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുക. എന്ത് എന്താ ആൾക്കാരെ കാണുന്നുണ്ടെന്ന്? കുട്ടോ പക്ഷെ ഇപ്പോഴും നോക്ക് വെള്ളം എന്ത് ട്രാൻസ്പെറന്റ് ആണ് അടി കാണുന്നത്. ആ കാരണം വെച്ചാൽ രാവിലെ മറ്റേ സണ്ണുള്ളതുകൊണ്ട് സ്കൈ ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പൊ കണ്ട ആ ലൈറ്റ് അടിക്കുന്നോണ്ട് അടിയാണ് കാണുന്നത്. എന്താ രസല്ലേ? കടല്ലതാ ലൈറ്റ് കാണുന്നുണ്ട്. ആൾക്കാർ തോണി പിടിക്കാൻ, മീൻ പിടിക്കാൻ പോകുന്നതാണെന്ന് തോന്നില്ലേ. ഇവിടെ നമുക്കൊരു ഷിപ്പ് വന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ഞാൻ ഇങ്ങനത്തെ ഷിപ്പ് ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന്. പണ്ടെപ്പോഴോ ഷിപ്പ് കണ്ടാണ് ഇത്രയും അടുത്തുനിന്ന്. ആ ചരക്ക് കപ്പൽ. വാവ്, ഇതൊരു കണ്ടെയ്നർ ഷിപ്പാണേ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇരുട്ടാണ്. ആ ഇവിടുന്ന് തേങ്ങയാണ്. തേങ്ങ ഇത് കൊച്ചിയിലല്ല, കോഴിക്കോട് ബേപ്പൂര് കൊണ്ടുവന്ന സാധനം എന്നാ പറഞ്ഞത്. അങ്ങനെ ക്രെയിനൊക്കെ ഷിപ്പിൻ്റെ തന്നെ ക്രെയിന്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഈ സാധനം കണ്ട, അതാണ്. ഇതെല്ലാം ഓരോ ഹാച്ചാണ്. ഈ ചേട്ടനൊരു ഫിഷ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ല ഇട്ട നോക്കാം. ലെറ്റ്സ് വെയിറ്റ്. ചുരമീൻ. ഇതിപ്പോ ചൂണ്ടല കിട്ടിയതാ? ചൂണ്ട. കുട്ടന്റെ വലിപ്പുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മളിന്ന് ലോങ് സ്കൂബ ഡൈവിങ് പോയി. അത് കഴിഞ്ഞിട്ട് കയാക്കിങ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. വേറൊരു കിടലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നാളെ ഇനി നമുക്ക് സ്നോർക്കലിംഗ് ഉണ്ട്, പിന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതെ, അപ്പൊ ബാക്കി ലക്ഷദ്വീപിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നാളെ എപ്പിസോഡ് കാണാം. അതുവരെയും ബൈ.